ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ്, ഏത് തരത്തിലാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ടായിരിക്കും നിങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയത് ഈ ഒരു പേഴ്സൻ്റെ ഉത്സാഹം കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ട്രഷറാണ് എന്നുള്ളൊരു രീതിയിൽ കണ്ടിട്ട് തന്നെയായിരിക്കണം അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് മുൻകൈ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു സ്പ്രെഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്നത് സംതിങ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നിങ്ങളെ നേടുക, ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രണയിച്ച വ്യക്തികളായിരിക്കാം. എങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് അഭിമാനിക്കാൻ പറ്റിയ എന്തോ ഒന്ന് നേടി എന്നുള്ള ആ ഒരു പ്രൗഡ്നെസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിലാണെന്നുണ്ടെങ്കിലും ഇതെൻ്റെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫാണ്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ അത്രയും ഉത്സാഹം കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും അട്രാക്ഷൻ അല്ലെങ്കിൽ താല്പര്യം, എല്ലാ വികാരങ്ങളും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള കപ്പിളാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു നമ്പർ 1 എന്നുള്ളൊരു രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡേക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു വി ആർ ദ വേൾഡ് എനർജിയാണ്. അതായത് നമ്മളാണ് ഒരു ലോകം എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ. അത്രത്തോളം അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ഡെപ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കൊടുത്തിരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളെ അവർ കണ്ടിരുന്നത് നിങ്ങൾക്ക് അവരോട് വളരെ അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുള്ളത്. അത്രയും സ്നേഹം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കെയറിങ് ആണ്. ഈ ഒരു പേഴ്സൺ എന്താണോ ആഗ്രഹിച്ചത് അതിനപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ ഫീൽ ചെയ്തിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചില കാര്യങ്ങൾ അവസാനിച്ചു പോയിട്ടുണ്ട്. അല്ല, ചില കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ചിലപ്പോൾ പ്ലാനിങ്ങിലായിരിക്കില്ല നിന്നിട്ടുണ്ടാവുന്നത്, ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട്, അത്രയും നന്നായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കെയർ ചെയ്തും ഇഷ്ടത്തോടു കൂടിയും അല്ലെങ്കിൽ നല്ല രീതിയിൽ സഹകരിച്ചും പോയിരുന്ന ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ചിലവരുടേതാണെന്നുണ്ടെങ്കിൽ ഒരു ഡെത്ത് എന്നുള്ള രീതിയിൽ നിന്ന് പോയിട്ടുണ്ടാവാം, സ്റ്റക്കായി പോയിട്ടുണ്ടാവാം, ഇനി എന്താണ് എന്നറിയാത്തൊരവസ്ഥയിലായിരിക്കും. ചിലവരുടേതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സൺ എനർജി മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അത്രയും ഹാപ്പിനെസ് തരുന്ന ഒരു എനർജിയാണ് അവിടെ ഉള്ളത്, ആ ഒരു പ്രകാശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ലൈഫ് ലോങ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇതുപോലെയുള്ള ഒരു തകർച്ച അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിന്ന് പോക്ക് ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരിക്കലും സംഭവിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഡൻ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്നൊരു നിന്ന് പോകൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇനി കണ്ണ് കിട്ടിപ്പോയതാണോ ഞങ്ങളുടെ ബന്ധത്തിനെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പോലെ ആ ഒരു കണ്ണേറൊക്കെ ഉണ്ടാവുന്നത് പോലെ അത്രയും നന്നായി പോയിരുന്ന ബന്ധത്തിനാണ് ഒരു നിങ്ങൾ പോലും സ്വപ്നത്തിൽ വിചാരിക്കാതെ ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ നിങ്ങളെ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കണ്ടു, അല്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്നെങ്കിലും വെച്ച് ഏറ്റവും മികച്ചത്, ദി ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ചൂസ് ചെയ്തതിൽ ഒരു തെറ്റ് പറ്റിയതായിട്ട് ഈ ഒരു പേഴ്സണ് നമ്മൾ പാസ്റ്റ് എനർജിയിൽ നോക്കുമ്പോൾ ഒരിക്കലും തോന്നിയിട്ടുമില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോട് അൺകണ്ടീഷണൽ ലവ് ആണെന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ചിലപ്പോൾ പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു 100% ഇടുന്ന ഒരു വ്യക്തിയായിരിക്കും. ചില ആളുകളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പോ കരിയറോ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ പാതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകും.
അത് കഴിയാത്തത് കൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ വയ്യ എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളിവർ കാണുന്നത് പോലും നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ എത്തുന്നത് വരെ നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ഒരു വ്യക്തിയല്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മാത്രം തീരുമാനങ്ങൾ നടപ്പിലാക്കി പോരുന്ന ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റാരുടെയെങ്കിലും കൂടി ഒരു ഇൻ്റർഫിയറൻസ്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു തീരുമാനങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റാൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇടപെടുന്ന ഒരവസ്ഥ എല്ലാം വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജി ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഒന്ന് സഡൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന മറ്റൊരു ധാരണ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്ത് പോകില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഓവർ കോൺഫിഡൻസ് എന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പേഴ്സണെ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഓണല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ 100% ഡെഡിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ആദ്യക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളുടെ കൈപ്പിടിയിൽ ഒരു വസ്തുവുണ്ട്, അത് നമ്മളുടെ മാത്രം സ്വന്തമാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മളുടെ കയ്യിൽ സേഫായിട്ടിരിക്കും, അതെവിടേക്കും പോവില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടിയുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഇതിനകത്തേക്ക് കടന്നു വരുന്ന ഒരു സമയത്ത് അവർ ആദ്യമേ തന്ന ഒരു പരിഗണനയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ട്രഷറായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തി ആ ഒരു രീതിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അപ്രോച്ചും കാര്യങ്ങളെല്ലാം പതിയെ വേറൊരു തരത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. കാരണം അവർക്കുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് അതിൻ്റെ ഒരു കാരണം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവരെ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതലായിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണോ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മതി. നിങ്ങളെവിടെ പോകാൻ എന്നുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളുടെ ഒരു സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറൻലി നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു പഴയ പരിഗണന തരാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് ഇപ്പോൾ നല്ല രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് എനർജിയിൽ വളരെ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് ഇവരോടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയതായിട്ട് അവർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ സ്നേഹവും ആറ്റിറ്റ്യൂഡും ഈ ഒരു പേഴ്സണോട് കാണിക്കാത്തത് പോലെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ ആ ഒരു മാറ്റം നിങ്ങൾ അത്രത്തോളം വിഷമിപ്പിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ കുറച്ച് സ്റ്റബേണായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് മനസ്സിനകത്ത് അടക്കി വെച്ചിരിക്കുകയായിരിക്കും. ഈ ഒരു പേഴ്സണോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസസ് കാരണം നിങ്ങൾ അത്രത്തോളം ഹാർഡായി പോയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹം കാണിച്ചു, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടും എനിക്കതിൻ്റെ ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ളൊരു നിങ്ങളുടെ പരിഭവം കൊണ്ടായിരിക്കാം നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു പഴയ വ്യക്തി എന്താണോ നിങ്ങൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് മാറ്റം വന്നു, നിങ്ങൾക്ക് ഭയങ്കര കടുംപിടുത്തമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു ചിന്താഗതി എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതും ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു നേരായ വഴിയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അതിനകത്ത് കൊടുത്തിരുന്നത് അത് തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ ഒരു പേഴ്സൺ അവരുടെ ഇഷ്ടത്തിന് വിടുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം കണ്ണടച്ചവരെ വിശ്വസിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു അന്ധതയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് തോന്നുന്നതും നിങ്ങൾ കുറച്ചും കൂടി ഹാർഡായി എന്നുള്ളതാണ്. അപ്പോൾ കറൻലി നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ വേറെ പല കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്.
നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടായി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുണ്ടായ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കടിച്ചു പിടിച്ച് കിടക്കും എന്നുള്ള ആ ഒരു വിചാരം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും ബോൾഡായിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഉറച്ച നിലപാടെടുത്ത് ഉള്ള നിങ്ങളുടെ ഒരു എനർജി അവർ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നത് ഒരിക്കലും ഈ ഒരു വ്യക്തി സഹിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ മറ്റാരുടെയെങ്കിലും ആയിത്തീരുന്നതോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളായിട്ട് തന്നെ ഇറങ്ങി പോകുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഈ ഒരു പേഴ്സണെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഒരു ഭയമുണ്ട് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ടെൻഷനുണ്ട്. നമുക്കിവിടെ ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജി കാണാം. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും പറ്റാത്തൊരു എനർജിയാണ്. ചിലപ്പോൾ പുറമെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊരു ഫെയിൻ സ്മൈലൊക്കെ വെച്ച് നടക്കുന്നുണ്ടാവാം. പക്ഷെ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ തകർന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കെയർ ചെയ്ത് വളരെ പ്രഷ്യസ് ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സണെ കൊണ്ടു നടന്നിട്ടുണ്ടാകുന്നത്. നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നേരത്തെ അത്രയും റിലേഷൻഷിപ്പിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ കുറേ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റവും എല്ലാം കാരണം നിങ്ങൾ ആ ഒരു ഡെഡിക്കേഷൻ മാറ്റി ഒന്ന് പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഇവരോട് സ്നേഹവും ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടാവാം, പക്ഷെ നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല. എന്നോടില്ലാത്തത് ഞാനും അങ്ങോട്ട് കാണിക്കില്ല എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിനി വേറെ റിലേഷൻഷിപ്പ് വന്നോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ സംശയിച്ചേക്കാം. അത്രയും ഡൗട്ട്ഫുള്ളാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിലും അത്രയും കാര്യമായിട്ട് മാറ്റം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളും കുറച്ച് ആ ഒരു പഴയ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി മാറ്റിയിട്ട് കുറച്ചും കൂടി ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പർപ്പസ്ഫുള്ളി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടുണ്ട്. അവരാകെ ടെൻഷൻ ആവുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ ഇതുവരെ നിങ്ങളോട് ഇത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ആൾ ഒരിക്കലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുറമേ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ മാനസികമായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ വൈസ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ട് ഒരു ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് മതി എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അവർ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഇവർക്കും വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയ ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്നോട് കാണിക്കാത്തതെന്നുള്ളൊരു എനർജീസ് ഈ ഒരു പേഴ്സണിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളെ നിങ്ങളാണ് ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു ചേസിങ് എപ്പോൾ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ചേസിങ്ങിന് ഇല്ല എന്ന് ഒരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് എപ്പോൾ വന്നോ അപ്പം മുതൽ അവരെ നിങ്ങളുടെ പുറകെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ആ ഒരു പേഴ്സണാണ് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരുപാട് ആലോചിച്ച് തലമുണ്ടാക്കുന്നതും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരെങ്ങനെ നിങ്ങളെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നു എന്നുള്ള കാര്യമാണ് നോക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇപ്പോൾ സെപ്പറേഷനിൽ ഇരിക്കുകയാണ്, നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ജാടായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാത്തൊരു എനർജിയാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇപ്പോൾ മാനസികമായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്ത് നടക്കുന്നതെങ്കിൽ ഫിസിക്കലിയും ഈ ഒരു വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നേരത്തെ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു എനർജി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങളായിട്ട് ഒരിക്കലും ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഫോളോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പർപ്പസ്ഫുള്ളി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മടുത്തിട്ട് ഈ ഒരു എനർജിയിലേക്ക് മാറിയതാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ ഒരു വില മനസ്സിലാവില്ല എന്ന് പറയുന്നത് പോലെ നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെയാണ് പെട്ടെന്നൊരു പരാക്രമം ഉണ്ടാകുന്നത്. ഇത്ര നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ശരിക്കും അതിൻ്റെ ഒരു മൂല്യം എന്തായിരുന്നു എന്നുള്ള എനർജിയിലേക്ക് വരിക.
ഇപ്പോൾ ആദ്യകാലത്ത് നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾ അത്രത്തോളം ഒരു ട്രഷറായിട്ട് കണ്ടു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് കിട്ടാവുന്നതിൽ തന്നെ ദി ബെസ്റ്റ് എന്നുള്ളൊരു എനർജിയിലാണ് അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പല പ്രശ്നങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണോട് ഇടപഴകുന്നതും നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനും ഒക്കെ കണ്ടപ്പോൾ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അവരുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവാം. ഇതിപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ആവേശം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മളുടെ കൂടെയുള്ള ഒരു ആളായി മാറിയപ്പോഴത്തേക്കും ആ ഒരു എനർജിയിൽ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റായി. ഇപ്പോൾ വീണ്ടും നിങ്ങളൊന്ന് ഉൾവലിഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും ആ ഒരു ടെൻഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്കായിട്ട് വരുന്ന നമുക്ക് ആ ഒരു പാർട്ടിസിപ്പേഷൻ എനർജി കാണാം, അതുപോലെ അവയർനെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് വരും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെയാണല്ലേ, നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും വാരിക്കോരി കൊടുത്തു കഴിയുമ്പോൾ ഒരു വിലയുണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഏറ്റവും മൂല്യമുള്ളൊരു വസ്തു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് വെറുതെ കിട്ടിയതുകൊണ്ട് അതിനൊരു മൂല്യം കൽപ്പിക്കാത്ത ആൾക്കാരാണ് നമ്മളിൽ പലരും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം കൊടുത്തപ്പോൾ ചിലപ്പോൾ അവർക്ക് അതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ഓവറായിട്ടുള്ള സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇതെല്ലാം പിൻവലിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാതെ ആവുമ്പോഴാണ് എത്രത്തോളം നല്ല കാര്യങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ കിട്ടിയിരുന്നതിൻ്റെ ഒരു മാധുര്യം എത്രയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു അവസ്ഥയിലാണ്, കൂടുതലായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, മാനസികമായിട്ട് നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ ഒരു പാസ്റ്റിലുള്ള എനർജിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്, സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത്ര ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാത്തൊരു രീതിയിലായിരിക്കാം നിൽക്കുന്നത്. നിങ്ങളെ എന്തായാലും ഈ ഒരു പേഴ്സൺ ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇത്രയും ബോൾഡായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.